എല്ലാവർക്കും സുഹൃത്ത് സാറാണ്. നമ്മളിന്ന് 10ാം ക്ലാസ് കൂട്ടുകാർക്ക് വേണ്ടിയുള്ള അടിപൊളി ക്വസ്റ്റ്യൻസുകൾ ഫ്രം മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്. നമുക്കിപ്പോൾ ഓൺ എക്സാമിനാകുമ്പോൾ ഏകദേശം ഒരു 4 ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരു 5 ചോദ്യങ്ങൾ ഇതിനുള്ളിൽ നിന്നും കിട്ടും. അതും നല്ല രീതിയിൽ കൂടെ മാർക്കൊക്കെ ഉള്ളതാണ്. നമുക്കങ്ങോട്ട് പിടിച്ച് കയറാൻ പറ്റുന്നതാണ്. മീൻസ് മാർക്ക് കൂട്ടിയെടുക്കാം. പക്ഷെ നമുക്ക് ഫൈനൽ എക്സാം ആകുമ്പോൾ അത്രയൊന്നും പ്രതീക്ഷിക്കേണ്ട. കൂടി വന്നാൽ 2 ചോദ്യം, അങ്ങേയറ്റം 3 ചോദ്യം, അതിൽ കൂടുതൽ പ്രതീക്ഷിക്കുക വേണ്ട. ഇത് നമുക്കൊരു ഫിഗറുമായിട്ട് ബേസ് ചെയ്തുള്ള ക്വസ്റ്റനാണ്. എക്സാമിന് ഉറപ്പായിട്ട് ഏതെങ്കിലും ഒരു ഫിഗറൊക്കെ തന്നിട്ട് അതിനുള്ളിൽ കുറച്ച് ഷെയ്ഡഡ് പോർഷനൊക്കെ തന്നിട്ട് എന്നിട്ട് നമ്മളിങ്ങനെ നോക്കാതൊരു കുത്തിയാൽ ആ കുത്തുന്നത് ഷെയ്ഡിങ് പോർഷനിലാവാനുള്ള സാധ്യത, പ്രോബബിലിറ്റി, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഔട്ടർ ഫിഗർ കാണും കേട്ടോ, ഔട്ടർ ഫിഗർ. പിന്നെ ഷെയ്ഡഡ് പോർഷൻസുകളുടെയും ഫിഗറുകൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഔട്ടർ ഫിഗർ ഒരു സ്ക്വയറാണ്. അതിനുള്ളിൽ കുട്ടി ചെറിയ സ്ക്വയേഴ്സുകളും ഉണ്ട് അല്ലേ. ചിലപ്പോൾ ഒരു സ്ക്വയറിനുള്ളിൽ സർക്കിൾ വരാം, ഇനി ചിലപ്പോൾ സർക്കിളിനുള്ളിൽ സ്ക്വയർ വരാം, റെക്റ്റാങ്കിൾ വരാം, ട്രയാങ്കിൾ വരാം, ഇങ്ങനെ പല രീതിക്കുള്ള ഫിഗറുകൾ വരും. അപ്പോൾ ഇവനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് ഏരിയയെ ബേസ് ചെയ്ത സ്ഥലം, നമ്മൾ എന്തുമാത്രം സ്ഥലം ഉണ്ടെന്നുള്ളതിനെ ബേസ് ചെയ്താണ് ഇതിൻ്റെ പ്രോബിലിറ്റി കൂടുന്നതും കുറയുന്നതും, ശരിയല്ലേ. ഇപ്പോൾ വലിയൊരു റെക്റ്റാങ്കിൾ ഫീൽഡാണ്, വലിയൊരു കണ്ടം, ഇതിനുള്ളൊരു കുളം ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മുടെ ഒരു ഹെലികോപ്റ്റർ ഇതിലൂടെ പോയപ്പോൾ മിസ്സായി, എവിടെയോ കാണുന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ എന്തായിരിക്കും വിചാരിക്കുന്നത്, അയ്യോ മിക്കവാറും ആ കുളത്തിലാണോ എന്നുള്ളൊരു ചെറിയൊരു പേടി തോന്നും അല്ലേ. അപ്പോൾ ആദ്യം ചോദിക്കുന്നത് വലിയ കുളമാണോ ചെറിയ കുളമാണോ എന്നുള്ളത്. അപ്പോൾ ആ കുളത്തിൻ്റെ ഏരിയയ്ക്ക് അനുസരിച്ചാണ് അവിടെ വീഴാനുള്ള സാധ്യത നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ അതുതന്നെയാണ്, ഏരിയയെ ബേസ് ചെയ്താണ് ഇതിൻ്റെ പ്രോബിലിറ്റി കൂടുന്നതും കുറയുന്നതും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയും നമ്മൾ നോക്കാതെ വന്നാൽ ഇതിനുള്ളിൽ മുട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അവർ ഒരു ക്വസ്റ്റ്യനായിട്ട് വരുന്നത് ഇതേപോലത്തെ എത്ര സ്ക്വയറുകൾ ഇതിനുള്ളിൽ വരയ്ക്കാം എന്നുള്ളതാണ്. എത്ര സ്ക്വയറുകളെ വരയ്ക്കാം എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനൊന്ന് ഫില്ല് ചെയ്താൽ ഇതാണ്, ഇങ്ങനെ അങ്ങോട്ട് ഫില്ല് ചെയ്യാം. ഓക്കെ, ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കേ മോനെ എത്ര സ്ക്വയറുകളായി നോക്കിക്കേ. 1 2 3 4 5 6 7 8 9 അല്ലേ. 3 3 3 9 സ്ക്വയറുകളുണ്ട് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത് നമ്പർ ഓഫ് സ്ക്വയേഴ്സ്. നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് മോനെ? 9. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ, ഇത് ടോട്ടലാണ് മുഴുവനും. ഇനി ഇതിനുള്ളിൽ നമ്മളൊരു ഡോട്ട് പോയിൻ്റ് നോക്കാതെ മാർക്ക് ചെയ്താൽ ആ മാർക്ക് ചെയ്യുന്ന പോയിൻ്റ് നമ്മുടെ ഷെയ്ഡിങ് പോർഷനിലാവാനുള്ള പ്രോബിലിറ്റി എത്ര, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് പി ഓഫ് എ ഡോട്ട് പോയിന്റ് ഇൻസൈഡ് ദ സ്ക്വയർ അല്ലെങ്കിൽ ഇൻസൈഡ് ദ ഷെയ്ഡഡ് പോർഷൻ എന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ചോദിച്ചാൽ നമ്മുടെ ആൻസർ എഴുതുന്ന രീതി എന്ന് പറഞ്ഞാൽ എത്ര ഷെയ്ഡിങ് പോർഷൻ ഇതിനുള്ളിലുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്താണല്ലോ നമ്മുടെ പ്രോബിലിറ്റി കൂടുന്നത്, ശരിയല്ലയോ. ഒറ്റ ഷെയ്ഡിങ് ഉള്ളെങ്കിൽ നമ്മൾ പറയത്തില്ലയോ ഒരു സാധ്യതയില്ല. 2 ആണ് പറയും ഇത്രയുടെ സാധ്യതയുണ്ട്, 3 ഇത്രയുടെ സാധ്യതയുണ്ട്. അപ്പോൾ ഷെയ്ഡിങ് പോർഷൻ്റെ ഏരിയ കൂടുന്നതിനനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളതിൻ്റെ സാധ്യതയും കൂടും. അപ്പോൾ 9 സ്ക്വയേഴ്സുകളിൽ കണ്ടോ 9 എണ്ണം ഉണ്ട്. 9 എണ്ണത്തിൽ എത്ര എണ്ണം ഉണ്ട് മോനെ? ഷെയ്ഡിങ് 3 എണ്ണം, ദാറ്റ് ഈസ് 3/9. 3/9 കട്ട് ചെയ്താൽ 1/3. ഇതാണ് നമ്മുടെ ആൻസർ. ഇത്രയുമേ ഉള്ളൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത് കണ്ടല്ലോ, വലിയ പാടൊന്നുമുള്ളതല്ലായിരുന്നു. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ചായിരുന്നു, ഇല്ലല്ലോ. നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നല്ല രീതിക്കുള്ള മാത്സ് ക്ലാസ്സുകൾ ഫുൾ മാർക്കിന് കിട്ടുന്ന രീതിയിൽ കൂടെ. അറിയാമല്ലോ, മാത്സ് ഇത്തിരി ടഫാണ്, ഇത്തിരി അല്ല, ഒത്തിരി കുട്ടികൾക്ക് നല്ല ടഫാണ്. വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ ഇത് ഈസി ആയിട്ട് പോകാറുള്ളൂ. മറ്റുള്ളവർക്കെല്ലാം ഇത് ചെയ്യുമ്പോൾ പല രീതിക്കുള്ള പ്രശ്നങ്ങളാണ്. ഈ ചാപ്റ്റർ പിന്നെ സിംപ്ലിഫിക്കേഷൻസ് കുറവാണ്. ഏതാ നമുക്കിങ്ങനെ എക്സും വൈയും ഒക്കെ എടുത്തുകൊണ്ട് ചെയ്യുന്നത് കുറവാണെങ്കിൽ അതുകൊണ്ടാണ് ഇത്തിരി ഈസി ആയിട്ട് തോന്നുന്നത്. പക്ഷേ ഇനി നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മീൻസ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് വരുന്നു, ട്രിഗണോമെട്രി വരുന്നു. ഇതൊക്കെ എത്തുമ്പോൾ നമുക്ക് ഇത്തിരി പാടായിട്ട് തോന്നും. ഇത്തിരി അല്ല, ഒരുവിധം നല്ലതായിട്ട്. അന്നേരമൊക്കെ നമുക്ക് അവിടെയൊക്കെയാണ് നമുക്ക് പിന്നെ കണ്ടിന്യൂഷൻ ഉള്ളത്. ഇതൊക്കെ നമുക്ക് വേറെ രീതിയിൽ കൂടെയാണ് നമുക്ക് പിന്നീടുള്ള ഫ്യൂച്ചറിൽ പഠിക്കാനുള്ളത്. മറ്റുള്ളതൊക്കെയാണ് നമുക്ക് പിന്നീട് എപ്പോഴും ആവശ്യമുള്ളത്. അവനെ നമ്മൾ നല്ലപോലെ അറിഞ്ഞ് പഠിക്കണം. നമ്മുടെ ക്ലാസ് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ കിട്ടും, നോട്ട്സുകൾ കിട്ടും, ഇക്വേഷൻ ബുക്കിലെറ്റ് കിട്ടും, ഫോർമുലാസുകളെല്ലാം എല്ലാം ഉള്ളത് കേട്ടോ. അത് വീട്ടിലെത്തിക്കും. പിന്നെ നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പാക്കേജ് കിട്ടും, എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ആൻസറൂടെ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കിട്ടും. 1 ഇയർ ഇത്രമേ ഉള്ളൂ. ഓക്കെ.
ഇത്രയും ഫുൾ കിട്ടും. നിങ്ങൾക്ക് മാത്സിനെ പിന്നെ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം. ബാക്കി മറ്റൊരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് കയറുകയാണ്. നല്ല അടിപൊളി പടമൊക്കെ വരയ്ക്കാനാണ് എൻ്റെ ഉദ്ദേശം. നടക്കുമോ എന്നറിയത്തില്ല. അത്ര മോശമല്ല എന്നാലും അല്ലേ. ഓക്കെ, ഇതിനുള്ളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മോനെ ഇങ്ങനെയാണേ. ഇവിടാണ് ഷെയ്ഡിങ് വരുന്നത്. ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് ഷെയ്ഡ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇത് തന്നെയാണ്. ഇതിനുള്ളിൽ ഇതേപോലത്തെ എത്ര ട്രയാങ്കിൾസുകളെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. രണ്ടെന്താണ്, ഇതിനുള്ളിൽ നമ്മളൊരു പോയിൻ്റ് മാർക്ക് ചെയ്താൽ ആ ഷെയ്ഡിങ് പോർഷൻ വരാനുള്ള സാധ്യത, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കങ്ങോട്ട് ബാക്കിയൊരു ട്രയാങ്കിൾസുകളെ അങ്ങോട്ട് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് സെൻറ്റർ മാർക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ജോയിൻ ചെയ്യണം. ഓക്കെ ആണല്ലോ, എല്ലാവരും നല്ല വൃത്തിയായിട്ട് വരയ്ക്കണേ. അപ്പോൾ ഓക്കെ ആയി. ഇപ്പോൾ നോക്കിക്കുമ്പോൾ ഒരേ വലിപ്പത്തിലുള്ള കുറേ ട്രയാങ്കിൾസുകൾ നമുക്കപ്പോൾ എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ നമുക്ക് 12 ട്രയാങ്കിൾസുകൾ ഇതിനുള്ളിൽ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ടോട്ടൽ ട്രയാങ്കിൾസ് ഈസ് ഈക്വൽ ടു 12. ഇതിനുള്ളിൽ ഷെയ്ഡിങ് ട്രയാങ്കിൾസുകൾ എത്ര എണ്ണം ഉണ്ട്? പിന്നെ ഷെയ്ഡ് ട്രയാങ്കിൾസുകൾ ഇപ്പം 3 ഉണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ ഡോട്ട് ഇൻസൈഡ് ഷെയ്ഡിങ് പോർഷനിൽ ഇൻസൈഡ് നമുക്കൊരു പോയിന്റ് മാർക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി. നമ്പർ ഓഫ് ഷെയ്ഡഡ് പോർഷൻസ് 3, ടോട്ടൽ ട്രയാങ്കിൾസ് 12. ദെയർഫോർ ആൻസർ ഈസ് ആരാണ്? 3/12. ആൻസർ ഈസ് 1/4. 3 കൊണ്ട് 12നെ കട്ട് ചെയ്ത് 4. 3 × 4 അല്ലേ 12. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ 2 ക്വസ്റ്റ്യൻസുകൾ, അടിപൊളി ക്വസ്റ്റ്യൻസുകളാണിത്. ഇതൊക്കെയാണ് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ കാരണം ഒത്തിരി കുട്ടികളെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ മീൻസ് ഈ പ്രോബ്ലം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ എല്ലാ ക്ലാസ് ഗ്രൂപ്പോ സ്കൂൾ ഗ്രൂപ്പോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും അടുത്ത ക്ലാസ് വരെ കാത്തിരിക്കുക. ഇതേപോലെ ക്ലാസ്സുകൾ ഇനിയും വരും. ഗുഡ് ബൈ.